So this video is for someone who has or had sort of relationships in their college or school time. അങ്ങനെ കാണാത്ത നല്ലവരായ ഉണ്ണികൾ കുറേ പേരുണ്ടാവും തോന്നുന്നു, ബട്ട് ദിസ് ഇസ് നോട്ട് ദ കൈൻഡ് ഓഫ് വീഡിയോ ഫോർ ദം. ഓക്കെ, സോ എനിക്ക് പേഴ്സണലി വെൻ ഐ സോ ദ മൂവി ബാഡ് ഗേൾ, I could see few similarities with the movie called June. ജൂൺ മൂവി ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. സോ ഹിയർസ് എ തിങ് അബൌട്ട് മീ, ഞാനൊരു മൂവി നിരീക്ഷകയോ റിവ്യൂവറോ ഒന്നും അല്ല. It's just that my partner is into movies and he learned film studies and everything. So എനിക്ക് അതിൽ നിന്ന് ഉണ്ടായ ഒരു നല്ല വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂവിയെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ക്രിട്ടിക്ക് ചെയ്യാനും മൂവിയുടെ ടെക്നിക്കൽ കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധ കൊടുക്കാനൊക്കെ എനിക്ക് പറ്റും. അതവിടെ നിൽക്കട്ടെ. സോ കമ്മിങ് ബാക്ക് ടു ദിസ് മൂവി ബാഡ് ഗേൾ, എനിക്കതിൻ്റെ ഒരു പ്ലോട്ടിനെ പറ്റിയിട്ടാണ് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ താല്പര്യം. First of all, I want to give a big salute to the director. She's a lady director. Let me check her name. Bad Girl director. Her name is Varsha. And yeah, Varsha Bharat. Kudos to her because she has portrayed a realistic view of or POV of a girl and how she might actually think, rather than ഈ മെയിൽ സെൻട്രിക് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഡയറക്റ്റ് ചെയ്യുന്നതിൽ വെച്ച് നോക്കുമ്പം ഒരു വുമൺ എങ്ങനെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അവൾ എങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വളരെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. ആൻഡ് റിയലി അപ്രീഷിയേറ്റ് ഹർ ഫോർ ദാറ്റ്. സോ ഈ മൂവി കാണാത്തവർക്ക് ഒന്ന് പോയി കണ്ടിട്ട് വരിക. സോ മൂവി ബേസിക്കലി ഒരു ടീനേജ് ആയിട്ടുള്ള ഒരു ഗേള് വളരെ റിബലിയസ് ആയിട്ട് അവരുടെ വീട്ടിലെ സാഹചര്യമായിട്ട് ഒട്ടും തന്നെ പുള്ളിക്കാരിക്ക് അത് സെറ്റ് ആവുന്നില്ല. പുള്ളിക്കാരിക്ക് ആ ഒരു വീട്ടുകാരുടെ കൺവെൻഷണൽ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള രീതികളോട് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ചുറ്റുപാടുമായിട്ട് ഒട്ടും തന്നെ പൊരുത്തപ്പെടാനോ പറ്റുന്നില്ല. And she's trying to come out of it, rebel against it, which was very much like how I was. So എനിക്കത് കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങനെ തോന്നി. കാരണം എൻ്റെ വീട്ടിലാണേലും എൻ്റെ അമ്മ എഡ്യൂക്കേറ്റഡ് ആണ്, എൻ്റെ അമ്മൂമ്മ എഡ്യൂക്കേറ്റഡ് ആണ്, ബട്ട് സ്റ്റിൽ ദേ യൂസ് ടു ബിലീവ് ഓൾ ദീസ് തിങ്സ് ലൈക്ക് പീരിയഡ്സ് ആയിക്കഴിഞ്ഞാൽ പീരിയഡ്സ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ കിച്ചണിൽ കയറി തൊടാൻ പാടില്ല, പിടിക്കാൻ പാടില്ല, ആരെ പിടിക്കാൻ പാടില്ല. സോ ആഡ് ഓൾ ദീസ് കൈൻഡ്സ് ഓഫ് തിങ്സ് ബാക്ക് ഇൻ മൈ ഹോം. ഐ യൂസ് ടു സ്റ്റിൽ, ഇഫ് ഐ ഗോ ബാക്ക് ഹോം, ഐ ഹാവ് എ സെപ്പറേറ്റ് റൂം ആൻഡ് എ സെപ്പറേറ്റ് ബെഡ് വെൻ ഐ എം ഓൺ മൈ പീരിയഡ്സ്. സോ ഐ ഡോണ്ട് മീൻ എനി ഡിസ്റെസ്പെക്ട്. അങ്ങനെയാണ് വീട്ടിൽ വളർത്തിക്കൊണ്ട് വന്നത്. സോ ഐ എം ലൈക്ക്, വെൻ ഐ ഹാവ് മൈ ഓൺ സ്പേസ്, ഐ ഫോളോ മൈ റൂൾസ്. വെൻ ഐ എം ഇൻ ദർ സ്പേസ്, ഐ ഹാവ് ടു റെസ്പെക്ട് ദാറ്റ്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക്. സോ ഈ മൂവിയിൽ കാണിക്കുന്നത് തന്നെ ഹൗ ഷീ ഈസ് ലൈക്ക് ട്രൈങ് ടു ക്വസ്റ്റ്യൻ, വോയിസ് ഹർ ഒപ്പീനിയൻസ്, ആൻഡ് ഹൗ ഷീ ഈസ് ട്രൈങ് ടു റിബൽ അഗൈൻസ്റ്റ് all of these, traditional, conventional viewpoints on certain areas of a woman's life, like how periods ആകുമ്പോൾ എങ്ങനെ ആയിരിക്കണം, മുതിർന്നവരോട് എങ്ങനെയായിരിക്കണം, തിരിച്ച് മറുത്തൊന്നും പറയാൻ പാടില്ല. And I think അത് വളരെ നന്നായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. So moving forward, she is the kind of person who is basically a lover girl. Okay, so she's trying to പുള്ളിക്കാരി ബേസിക്കലി എന്താ പറയണ്ടേ, ഇങ്ങനെ സ്നേഹിക്കപ്പെടാനും സ്നേഹത്തിനെ അല്ലെങ്കിൽ ആ ഒരു റൊമാൻസ് എന്നുള്ളൊരു ഒരു ആസ്പെക്ട് ഓഫ് ലൈഫിനെ വളരെയധികം ചെറിഷ് ചെയ്യാൻ വാല്യൂ ചെയ്യുന്ന ഒരാളാണ് പുള്ളിക്കാരി. അപ്പോൾ പുള്ളിക്കാരി ബേസിക്കലി തുടക്കം തന്നെ, ഈ മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പുള്ളിക്കാരി ഡ്രീം ചെയ്യുന്ന ഒരു ഇതിലാണ്. ഡ്രീം ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരി ആ ഡ്രീമിൽ പറയുന്നത് ഓരോ ദിവസം ഓരോ ആളുടെ കൂടെ ഇങ്ങനെ ഒരു ഡ്രീം ഹോം ബിൽഡ് ചെയ്യുന്നു. ആ ഡ്രീം ഹോമിൽ ഇന്ന കാര്യങ്ങളുണ്ടാവണം, കേർട്ടൻസ് ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എൻട്രൻസ് ഇങ്ങനെ ആയിരിക്കണം, ഈ ചെടി ഇവിടെ ഉണ്ടായിരിക്കണം, അങ്ങനെയൊക്കെ വളരെ വിവിഡായിട്ട് ഒരു ഡ്രീം പുള്ളിക്കാരി കാണുന്നതായിട്ടാണ് നമ്മൾ ഈ മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത്.
എത്ര പേര് ഓണസ്റ്റ് ആയിട്ട് പറയാൻ പറ്റും ഇങ്ങനെ ഒരു ഡ്രീം നിങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെ? എല്ലാവരും കാണുന്നതാണ്. ഐ എം വെരി ഷുവർ ഓഫ് ഇറ്റ്. സോ ദെൻ സ്കൂളിൽ വെച്ചിട്ട് പുള്ളിക്കാരിക്ക് ഒരാളെ ഇഷ്ടമാവും. ആ പുള്ളിക്കാരൻ്റെ പേര് നളൻ എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്. സോ പുള്ളിക്കാരിയുടെ അമ്മ സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഈ റൊമാൻസ് അമ്മ തന്നെ കണ്ടുപിടിച്ചിട്ട് അമ്മ തന്നെ അത് രണ്ടുപേരെ രണ്ട് വഴിക്കായിട്ട് പിരിച്ചു മാറ്റുന്നതാണ് ഫസ്റ്റ് റൊമാൻസിൻ്റെ ബ്രേക്കപ്പ് കാണിക്കുന്നത്. അപ്പം അത് പുള്ളിക്കാരിക്ക് വളരെയധികം ഇമോഷണലി ഹേർട്ട് ആവുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നീ 12th സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന ക്രൂഷ്യൽ ടൈമാണ്. ആൻഡ് ഈ ക്രൂഷ്യൽ ടൈമിൽ നീ പഠിത്തത്തിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ അമ്മ ഓട്ടോയിൽ ഇരിക്കുമ്പം മോളോട് പറയുന്നതാണ്, നീ അവനെ എന്തായാലും മറന്നേക്ക്, അവനെന്തായാലും സിംഗപ്പൂർ വിട്ട്, അവരുടെ പേരൻസ് സ്കൂൾ മാറ്റിച്ച് സിംഗപ്പൂർ വിട്ടിട്ടുണ്ട്. അപ്പം നീ വേണമെങ്കിൽ പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് നല്ല കോളേജിൽ പോയി എൻജിനീയറിങ്. അന്നത്തെ സമയം ഓർക്കണം, ഈ മൂവി ഇറങ്ങിയിരിക്കുന്ന കാലം പോർട്രേ ചെയ്തിരിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ഒക്കെ 11th 12th സ്റ്റാൻഡേർഡ് ആയിരുന്ന സമയത്ത് എല്ലാവരുടെ സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് ആയിരുന്നു, ഇഫ് യു ആർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ദെൻ ബേസിക്കലി യു ഹാവ് ടു ഇതർ ബി എൻ എൻജിനീയർ ഓർ ഡോക്ടർ. ആൻഡ് ഇഫ് യു സ്കോർ വെൽ പിന്നെ പറയാൻ വേണ്ട. അപ്പോൾ സോ ഇറ്റ് വാസ് വെരി എന്താ പറയുക, നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്ന പോലത്തെ തന്നെ ഒരു സാധനമാണ്. നമ്മുടെ അമ്മമാർ എന്തായാലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. സോ അമ്മ പറയാണ്, നീ പഠിച്ച് നല്ലൊരു കോളേജിൽ എൻജിനീയറിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നീ തന്നെ ഫോറിൻ കൺട്രിയിൽ പോയിട്ട് വർക്ക് ചെയ്ത് കാശ് മേടിച്ച് നീ ഇഷ്ടമുള്ള പോലെ നടന്നോ. നീ ഏത് ഡ്രസ്സ് ഇട്ടാലും ഷോർട്ട്സ് ഇട്ടാലും ആരും ഒന്നും പറയാൻ പോകുന്നില്ല. പിന്നെ നീ എങ്ങനെ വേണോ നടന്നോ, ഒരു കുഴപ്പമില്ല. പക്ഷെ അതുവരയ്ക്ക് നീ കുറച്ച് ഞങ്ങൾ പറയുന്നതൊക്കെ കേട്ട് വീട്ടിൽ നിൽക്കണം എന്ന് പറയാണ്. പുള്ളിക്കാരി അപ്പോൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നു. പുതിയ സ്കൂളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് മകളെ. അപ്പോൾ അവർ പറയാണ്, എൻ്റെ പാട്ടിന് വിട്ടേക്കണം, ഇവിടെ വന്ന് എന്നെ ശല്യപ്പെടുത്താൻ വരുവാണെങ്കിൽ ഞാൻ എന്തായാലും റിബൽ ചെയ്യും, ഞാൻ സൂയിസൈഡ് ചെയ്യും എന്നൊക്കെ മകൾ തിരിച്ച് അമ്മയോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ജൂൺ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, ജൂൺ ഇത്ര എക്സ്ട്രീം ആയിരുന്നില്ല. കാരണം ജൂണിൻ്റെ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും again she comes from a family where she has loving parent. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും കുറച്ചൊക്കെ സ്നേഹം കൊടുത്ത് വളർത്തിയ ഒരു കുട്ടിയാണ്. അപ്പോൾ ജൂണിന് എന്താണെങ്കിലും അത് കൺഫെസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്പേസ് ആ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഈ കുട്ടിക്ക് അങ്ങനെയല്ല. ഈ കുട്ടിയുടെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒട്ടും അവർ തമ്മിലാണെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. അതേ കാര്യം റിഫ്ലക്റ്റീവ് ആണ് ഇവളുടെ അടുത്ത്. ഷീ ഈസ് മോർ ക്ലോസർ ടു ഹർ മം ഇൻ ദിസ് മൂവി. ബട്ട് സ്റ്റിൽ അവർ ഒരു കണ്ടീഷൻ്റെ ഒരു വേയിലാണ് അവരുടെ തോട്ട് പ്രോസസ്സ്. അപ്പോൾ അതും ഇതുമായിട്ട് മാച്ച് ആവുന്നില്ല പല സമയത്തും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കട്ട് ഫോർവേഡ് കാണിക്കുന്നത് കോളേജിലെ കാലമാണ്. ആൻഡ് കോളേജിൽ വന്നിട്ട് പുള്ളിക്കാരി ഈസ് ഇൻ എ സീരിയസ് റിലേഷൻഷിപ്പ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം, കോളേജ് സമയത്തെന്ന് പറയുമ്പോഴത്തേക്കും ദർ വിൽ ബി ദാറ്റ് വൺ റിലേഷൻഷിപ്പ് ദാറ്റ് യു ആക്ച്വലി ലൈക്ക് സീരിയസ്ലി ഫോൾ ഹാർഡ്. ദോസ് ഹു ഹാവ് ഹാഡ് റൊമാൻസസ് ഇൻ കോളേജ് ഐ എം ടോക്കിംഗ് അബൌട്ട്. സോ we all had that one person. എൻ്റെ കേസ് പറയാണ്, I had that one person too. അപ്പോൾ that we deeply fell in love with. അപ്പോൾ and turned out this guy was an asshole. Okay, so this guy he pretends to he's a toxic, like normal എല്ലാ സിനിമയിലും പോലെ ഒരു ടോക്സിക് ഗായ് ഉണ്ടാവും എല്ലാവരുടെ ലൈഫിൽ. അതുപോലത്തെ ഒരു ക്ലാസിക് ടോക്സിക് ഫക്ക് ബോയ് ആണ് ഈ ഒരു മനുഷ്യൻ. അപ്പോൾ അവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കപ്പ് ആവും, പാച്ചപ്പ് ആവും, ബ്രേക്കപ്പ് ആവും, പാച്ചപ്പ് ആവും. അപ്പോൾ ഈ കുട്ടിക്ക് ഹോസ്റ്റലിൽ ഒരു ഹോസ്റ്റൽ മേറ്റായിട്ട് റൂം മേറ്റായിട്ട് ഒരു കുട്ടിയുണ്ട്, സെൽവി എന്നോ എന്തോ ആണ് പേര്. ഓ മൈ ഗോഡ്, ഐ ക്യാൻ സ്റ്റിൽ റിമെമ്പർ മൈ ഫ്രണ്ട് ഇൻ കോളേജ് ഹു യൂസ് ടു ലൈക്ക് കോൺസ്റ്റൻ്റ്ലി, ഐ മീൻ ഐ ലവ് ഹർ ടു ബിറ്റ്സ്. ഓക്കെ, ഞാൻ പുള്ളിക്കാരുടെ പേര് പറയുന്നില്ല, ബട്ട് അവൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ എൻജിനീയറിങ് കോളേജ് എങ്ങനെയൊക്കെ ഞാൻ പാസ്സായത് എന്ന് വേണമെങ്കിൽ പറയാം. ഷീ വാസ് മൈ റൈഡ് ഓർ ഡൈ എന്ന് പറയാം. കാരണം ഞാൻ പഠിച്ച കോളേജ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തുള്ള ഒരു വളരെ ഫേമസും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കോളേജാണ്. മാർ ബെസേലിയസ് കോളേജാണ്, കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. സോ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വുഡ് സേ എൻ്റെ സ്കൂൾ ടൈം വാസ് മച്ച് മോർ ബെറ്റർ ദാൻ കോളേജ്. കാരണം ഞങ്ങൾക്ക് അവിടെ ഒരു പിങ്ക് സ്ലിപ്പൊക്കെ കൊടുത്തിട്ട് വേണം ഒന്ന് വെളിയിലോട്ടൊക്കെ ഇറങ്ങണമെങ്കിൽ, അതായത് ഗേറ്റിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി പിങ്ക് സ്ലിപ്പൊക്കെ മേടിച്ച് HODയുടെ സൈനൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഫ്രണ്ട് അവൾ
അവൾ എന്നോട് പറയായിരുന്നു, എടി നീ നിന്റെ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യ്, ദിസ് ഗൈ ഇസ് ടോക്സിക് ഓർ ദിസ് ഗൈ ഇസ് വാട്ട് എവർ, ദിസ് ഗൈ ഇസ് നോട്ട് വർത്ത് യുവർ ടൈം എന്ന് എൻ്റെ അടുത്ത് കോൺസ്റ്റൻ്റ്ലി ഇരുന്ന് പറയുന്ന. ഇപ്പം എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ ഒരിക്കലും ഔട്ട്വേർഡ്ലി എനിക്ക് ഈ മൂവിയായിട്ട് റിലേറ്റ് ആകാൻ കാരണം എന്ന് വെച്ചിട്ട് ഞാൻ ഒരിക്കലും എൻ്റെ ക്ലാസ്സിലെ ആൾക്കാർക്കൊന്നും എനിക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ എൻ്റെ ഉണ്ടെന്നുള്ള കാര്യമൊന്നും ആർക്കും അറിയില്ല. കാരണം പുറമേ വളരെ ചിരിച്ച് എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കുന്ന ഒരു പ്രകൃതമായതുകൊണ്ട് ആർക്കും അറിയില്ല. സോ ഇവൾക്ക് മാത്രമേ അറിയുള്ളൂ. ലൈക്ക് ഷീ നോസ് വെൻ മൈ ഫേസ് ഗോസ് ഡൗൺ, when I'm a bit moody and upset and everything, and she used to tell me this, listen, എന്തായാലും ഇത് നടക്കാൻ പോകുന്നില്ല, ഇത് വളരെ ടോക്സിക് ആണ്, നീ അവനെ വിട്ടേക്ക്. സോ ഇതേ സിറ്റുവേഷൻ ഈ പെൺകുട്ടിക്ക് വരുന്നുണ്ട്. സോ ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ കുറച്ച് നാൾ മിണ്ടാണ്ടിരിക്കും, ഇന്നോട്ട് ഞാൻ നല്ല ഇതാവും, ഇനി അവൻ്റെ ഒരു കാര്യത്തിലും ഞാൻ ഇൻവോൾവ് ആകാൻ പോകുന്നില്ല എന്ന് അവൾ പറയുകയും ചെയ്യും. നെക്സ്റ്റ് ഡേ അവൻ്റെ കോൾ വരികയും ചെയ്യും. ഷീ ഈസ് ബാക്ക് ടു സ്ക്വയർ വൺ. സോ ആൻഡ് വൺ ഡേ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീ ഡിൻ റിസീവ് കോൾസ് ഫ്രം ഹിം ആൻഡ് ദെൻ ഷീ ഡിസൈഡ്സ് ടു ലൈക്ക് പട്ടിണി കിടക്കാൻ തീരുമാനിച്ചു. ഷീ ഡിസൈഡ്സ് ടു സ്റ്റാർവ് ആൻഡ് ഷീ എൻഡ്സ് അപ്പ് ഇൻ ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ വെച്ച് സെൽവി ഇവളുടെ ബോയ് ഫ്രണ്ടിനെ വിളിച്ച് പറയാണ്, നല്ല വഴക്കാവും അവർ തമ്മിൽ. അപ്പോൾ അവൻ ഫോണിൽ കൂടെ പറയണം, അവൾക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്, ലൈക്ക് ഐ ഡോണ്ട് ഈവൻ കെയർ, ഐ ഡോണ്ട് ബോദർ അബൌട്ട് ഹർ എനിമോർ. അപ്പോൾ അവൻ പറയും, എടാ നീ ആണ് യഥാർത്ഥത്തിലുള്ള നീയാണ് അവളുടെ എല്ലാം എന്ന് വിചാരിച്ചിട്ടാണ് അവൾ ഇങ്ങനെ ഇരിക്കുന്നത്, അറ്റ്ലീസ്റ്റ് വിളിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കും. സോ അവളുടെ ഫ്രണ്ട് അവളെ ത്രൂ ഔട്ട് ലൈഫിൽ, ഈ ഒരു സിനിമയിൽ ത്രൂ ഔട്ട് അവളുടെ ഒരു സ്പാനിൽ അവളെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഫ്രണ്ടാണ് സെൽവി. സോ വെരി വെൽ റിട്ടൺ ക്യാരക്ടർ, ഐ റിയലി ലവ്ഡ് ഇറ്റ്. സോ എനിവേസ് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഈ ഹോസ്പിറ്റൽ സീനിൽ ഷീ വിൽ റിക്കവർ ഫ്രം ഇറ്റ് ആൻഡ് ഹീ കോൾസ് ഹർ ആൻഡ് റീഅഷ്യൂർസ് ഹർ ദാറ്റ് എവറിത്തിങ് ഇസ് ഫൈൻ. ആൻഡ് ദെൻ കാണിക്കുന്നത് ഈ പുള്ളിക്കാരൻ്റെ, ഈ ബോയ് ഫ്രണ്ടിൻ്റെ ഗ്രാജുവേഷൻ സെറമണിക്ക് ഇവൾ പോവുകയും അവിടെ ചെന്നിട്ട് അവർ തമ്മിൽ കുറച്ച് കശപിശ ഉണ്ടാവുകയും അവിടെ വെച്ച് അവളുടെ സെക്കൻഡ് ബ്രേക്കപ്പ് നടക്കുകയാണ്. ആൻഡ് ഷീ ഹാസ് മേജർ ട്രോമ ഫ്രം ദാറ്റ്. ലൈക്ക് കാരണം അതൊരു വലിയ സീനാവുകയും മറ്റുള്ള ആൾക്കാർ ഓടിക്കൂടുകയും അവൻ പരസ്യമായിട്ട് അവളെ അവഹേളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സീനുണ്ട് അതിനകത്ത്. അപ്പം അത് വളരെയധികം അവളെ ഹിറ്റ് ചെയ്ത്, അവൾക്ക് അവസാനം കോളേജിൻ്റെ കോറിഡോറിൽ കൂടെ നടക്കാൻ തന്നെ ആൻഷ്യസ് ആവുന്ന ഒരു സിറ്റുവേഷനൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. സോ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ കോളേജ് ലൈഫിൽ നമ്മളെ വളരെയധികം ഹേർട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രേക്കപ്പ് നമുക്ക് ഉണ്ടായിട്ടുണ്ടാകും. എനിക്കുണ്ടായിട്ടുണ്ട്, അങ്ങനെ വളരെ ഹേർട്ട് ചെയ്യുന്ന ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ദാറ്റ് വാസ് എ വെരി കോൺട്രവേഴ്ഷ്യൽ ആൻഡ് ബാഡ് ബ്രേക്കപ്പ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ ഹാഡ് സം ട്രബിൾ ലൈക്ക് getting along with people, and I had to cut a lot of people out from my circle, and I became so introverted after that. So it was like watching rewind, and I was sort of like rewinding all these memories in my head when I was watching this movie. So and then cut forward to that, she is now working somewhere in some corporate, and she's doing good for her. She's living in some other city, I guess. No, she's living apart from her parents. And അവള് നിൽക്കുന്നത് ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഫ്ലാറ്റ് ഷെയറിലാണ് നിൽക്കുന്നത്. And that friend is about to move abroad. And her best friend Selvi is actually married and lives abroad. And അവർ constantly കോളിലാണ്. They are still keeping in touch. And Selvi is also like now pregnant. And so Selvi is like constantly reassuring, it's fine, everything is going well and good. And now she's about to go through her third breakup. So now it is cut forward to when she is 32 years old. So she's no longer in her 20s and she's starting to worry. She's going and seeing this skin specialist and everything, and realizing that it's not like before. പണ്ടൊക്കെ പാർട്ടി ചെയ്തിട്ട് ഉറങ്ങി പിറ്റേ ദിവസം ചാടി എഴുന്നേക്കാൻ പറ്റും. നമ്മളെ 20s ആണെങ്കിൽ നമ്മൾ ഓഫീസ് പാർട്ടിക്കോ എവിടെയെങ്കിലും പോയി നമ്മൾ ഉറങ്ങി നെക്സ്റ്റ് ഡേ. സോ ഐ വിവിഡ്ലി റിമെമ്പർ ദിസ്. ലൈക്ക് എൻ്റെ ഫസ്റ്റ് എവർ ജോബ് വാസ് ഇൻ ബാംഗ്ലൂർ. ആൻഡ് എൻ്റെ ആ കോഹോട്ടിൽ ജോയിൻ ചെയ്ത ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും വളരെയധികം ഞങ്ങൾ യൂസ് ടു പാർട്ടി അലോട്ട്. സോ ഞാൻ വർക്ക് ചെയ്ത ഓഫീസിൻ്റെ ജസ്റ്റ് വെളിയിലായിട്ട് തന്നെ കോർമംഗല സൈഡ് അടുത്താണ്. സോ അവിടെ ഞങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് പോയിട്ട് ചായയോ
ചായ മാത്രമല്ല, ഞങ്ങൾ ബിയർ കുടിക്കാറുണ്ട്, ഞങ്ങൾ എന്താ പറയേണ്ടത്, പാർട്ടി ചെയ്യാറുണ്ട്. സോ I guess I need to cut this off. So anyways, so we used to party, right? And the interesting thing is that ഈ പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും നെസസറിലി നമ്മൾ തന്നെ എപ്പോഴും ഫുൾ ടൈം ഓൺ ആയിട്ടിരിക്കണം ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ് ഡേ നമുക്ക് ഓഫീസ് ഉള്ളപ്പോഴത്തേക്കും നമ്മളെല്ലാവരും ചാടി എഴുന്നേക്കും, കാരണം നമുക്ക് അത്ര എനർജി ഉണ്ട് ആ സമയത്തൊക്കെ. അപ്പം അതുപോലെ അല്ല ഇപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് പ്രായം ഒത്തിരി. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ എവിടെയെങ്കിലും ആരെങ്കിലും കാണാൻ പോയി ഒരു പരിചയപ്പെട്ട് കഴിഞ്ഞാൽ then I'm like, I want to go back home, man, and I want to rest. I don't want to party all night. I don't want to do that. I don't want to see your face. Just let me go home. അതാണ് എൻ്റെ ഇപ്പോഴത്തെ പോളിസി. So anyways, I know a lot of people watching me might be like judging, oh അവൾ ബാംഗ്ലൂരിലൊക്കെ പോയിട്ട് guys, okay, I'm just being very honest and upfront here. So anybody watching this video, just let me know if you guys are having any problems like with me not being the perfect girl or something. I'm not. We're talking about bad girl here. Okay, so coming back to the point, so she realizes that her skin specialist says you need to take this treatment and whatnot. We have an offer going on. You need to take care of this and that. So she has obviously hit 30s and she cannot like even മനസ്സിലാവുന്നുണ്ട്, ബോഡി റിയലൈസ് ചെയ്യുന്നതാണ് ഒരു സർട്ടൺ ഏജ് എത്തുമ്പോൾ പണ്ടത്തെ പോലെ തുള്ളിച്ചാടി നടക്കാൻ പറ്റില്ല. ആൻഡ് സോ അവൾ ഇപ്പോൾ ഷീസ് അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ഹർ ലൈഫ് വെൻ ഷീ ഈസ് ഹാവിങ് എ തേർഡ് ബ്രേക്കപ്പ് ആൻഡ് ദിസ് ഇസ് സോർട്ട് ഓഫ് ലൈക്ക് മ്യൂച്വൽ, ഓക്കെ. ആൻഡ് ഷീ വണ്ടേഴ്സ് വെദർ ദിസ് വാസ് എ ഗുഡ് ഡിസിഷൻ ഓർ നോട്ട്. കാരണം അപ്പാരൻ്റ്ലി ദിസ് ഗൈ, according to her, this guy healed her from things that she was suffering from. അപ്പോൾ പാസ്റ്റ് ബ്രേക്കപ്സിൻ്റെ ട്രോമാസ് നമ്മൾ പലപ്പോഴും നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് വരാറുണ്ട് നമ്മുടെ ബാഗേജസ് ആയിട്ട്. അപ്പം നമ്മൾ പുതിയൊരാളെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ഇനീഷ്യൽ കുറച്ച് നാളൊക്കെ നമുക്ക് തോന്നും, ഓ ദിസ് പേഴ്സൺ ഇസ് സോ ഡിഫറെൻറ്റ് ഫ്രം ദ പ്രീവിയസ് പേഴ്സൺ, ദിസ് പേഴ്സൺ ക്യാൻ ഹീൽ മീ, ദിസ് പേഴ്സൺ ക്യാൻ റിവൈവ് മീ, ദിസ് പേഴ്സൺ ക്യാൻ ബ്രിങ് മീ ബാക്ക് ടു മൈ ഓൾഡ് സെൽഫ്, അങ്ങനെയൊക്കെ. സോ looks like this person was that sort of like a savior for her. So but at the end they realized that there were too many differences. അവൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും he started taking her for granted. So this usually happens in relationships. When you get too comfortable with your partner, you started taking things for granted, things that they offer you, things that they bring to the table, they take these things for granted. So at the end they part their ways and she finds out that he is already seeing somebody else. കാരണം they used to have a shared responsibility over a cat. അപ്പോൾ ആ ക്യാറ്റിനെ കാണാനായിട്ട് അവൾ ഇവൻ്റെ ഫ്ലാറ്റിൽ പോകുമ്പോഴത്തേക്ക് ഷീ റിയലൈസസ് ദാറ്റ് ഹീസ് കോട്ടിങ് അനദർ ലേഡി ആൻഡ് ഷീ ഈസ് ഫൈൻ വിത്ത് ഇറ്റ് ആൻഡ് ഷീ ടെൽസ് ഹിം ദാറ്റ് it's okay, we need to move on. And she becomes and realizes that, you know, she is not like whining about the fact that he was not upfront about this new person in his life. But she's mature enough to understand that in order for her to move on completely, she needs to like make that adjustments mentally and be prepared to like let him go. അപ്പോൾ അവൾ ഭയങ്കരമായിട്ട് എന്താ ലവിൻ്റെ കാര്യത്തിൽ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പോൾ ഫോർ ഹർ ടു സേ ദോസ് തിങ്സ് ഇറ്റ് മീൻസ് എ ലോട്ട്. അപ്പോൾ ഈ നമ്മളുടെ റിയൽ ലൈഫിൽ നടക്കുന്ന പോലത്തെ പല കാര്യങ്ങൾ ഇപ്പം നമ്മൾ ലുക്കിംഗ് ബാക്ക് ഇൻ ടു പ്രീവിയസ് റിലേഷൻഷിപ്സ് വി ഗെറ്റ് ഫ്ലാഷസ് ഓഫ് മെമ്മറീസ് ഇൻ ടു ആ മൈൻഡ്. നമ്മൾ പെട്ടെന്ന് നമ്മളുടെ എക്സിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ചിലപ്പം പാട്ട് പാടി വീഡിയോസ് ഒന്നും ആയിരിക്കില്ല വരിക, ജസ്റ്റ് ഫ്ലാഷസ് ഓഫ് ബിറ്റ്സ് ആൻഡ് പീസസ് ഓഫ് പിക്ചേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇമേജസ് ആയിരിക്കും നമ്മുടെ മൈൻഡിൽ വരിക. അപ്പോൾ അതേപോലെ അത് അതേപടി ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ആ മൂവിക്കകത്ത്. സോ അതൊക്കെ നമുക്ക് വളരെ എന്താ പറയണ്ട ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്യുന്ന പലർക്കും അത് മനസ്സിലാവുന്ന കാര്യമാണ്. ഓക്കെ, ആൻഡ് ഫൈനലി ഈ മൂവി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഷീ ഗ്രേസ്ഫുള്ളി മൂവ്സ് ഓൺ. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഫിയാസ്കോ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ her cats jumps out of the window. അവളുടെ അമ്മ വന്നിട്ട് വീട് തൂത്ത് തുടയ്ക്കണം. സോ her roommate is moving out, ഞാൻ പറഞ്ഞതുപോലെ. ആൻഡ് സോ her mother comes and helps her like sweep the floor and everything, എല്ലാം ക്ലീൻ ചെയ്യാനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പം
അതിനിടയ്ക്ക് ഈ പൂച്ച ഓടിപ്പോവും. അപ്പം ഷീ സേസ് ദാറ്റ് ഇറ്റ്സ് ആൻ ഇൻഡോർ ക്യാറ്റ്. ഐ ഡോണ്ട് നോ അബൌട്ട് ഇൻഡോർ ക്യാറ്റ് ആൻഡ് ഔട്ട്ഡോർ ക്യാറ്റ്. Cats are cats anyways. It depends on how you basically raise them. And ഈ ക്യാറ്റ് ഓടിപ്പോകുന്നു. അപ്പോൾ ഷീ ഗെറ്റ്സ് വെരി അപ്സെറ്റ് ആൻഡ് അനോയിഡ്. കാരണം ബേസിക്കലി നമ്മൾ പെറ്റ് പേരൻസ് ആയിട്ടുള്ളവർക്ക് അറിയാം എന്തുമാത്രം കഷ്ടമാണ്. നമ്മളുടെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ ആയിരിക്കും നമ്മൾ നോക്കുന്നത് അല്ലേ. ആൻഡ് വെൻ ദാറ്റ് ഹാപ്പൻസ് ഷീ ഗെറ്റ്സ് അനോയിഡ് അറ്റ് ഹർ മദർ. സോ ഷീ ഹാസ് ദിസ് വെരി സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പ് വിത്ത് ഹർ മദർ, റൈറ്റ്? ആൻഡ് നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ഡോട്ടേഴ്സ് ആയിട്ടുള്ളവർ എസ്പെഷ്യലി നമ്മൾ കുറേ പേരൊക്കെ നമ്മൾ പോയിട്ടുള്ള കാര്യമാണ്. ലൈക്ക് യു ഹാവ് സോർട്ട് ഓഫ് ലൈക്ക് എ വെരി വെരി കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ മദർ. യു ഹാവ് എ ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഹർ. ഇറ്റ്സ് നോട്ട് ഓൾവേസ് സ്മൂത്ത്. ഇറ്റ്സ് നോട്ട് ഓൾവേസ് ലൈക്ക് നമ്മൾ ഐഡിയൽ ആയിട്ട് കാണുന്ന പോലെ അമ്മ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അങ്ങനെയല്ല. സോ ഇറ്റ്സ് നോട്ട് ഓൾവേസ് ലൈക്ക് വെരി വെരി റോസി. ലൈക്ക് നമ്മൾ പഴയ മൂവീസിലൊക്കെ കാണിക്കുന്നത് പോലെ അമ്മ മനസ്സ് അതല്ല സംഭവം. സോ ഇറ്റ്സ് ബേസിക്കലി കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ആൻഡ് ദേ ഹാവ് ഷോൺ ഇറ്റ് so real. And there is this scene in this movie which moved me so much. ഞാൻ മൂവിയിൽ ഇത്ര നടന്നപ്പോഴും ഞാൻ വളരെ കീനായിട്ട്, വളരെ എൻ്റർടൈനിങ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത്. This bit actually teared me up. So where she goes to a psychiatrist actually, and അത് മകള് പറയും അമ്മയെ പറ്റി കുറച്ച് കാര്യങ്ങൾ, അതേപടി അമ്മ മകളെ പറ്റിയും പറയും. So actually they both are looking for the same thing. They both need validation, they both need support, and they both need acknowledgement from each other. But it just is so difficult for either of them to come forth and say that. അപ്പോൾ ഈ അമ്മ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ പറയുന്ന ഒരു ഡയലോഗുണ്ട്, അവളുടെ പൂച്ച പോയപ്പോഴത്തേക്കും അവൾക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ അറിഞ്ഞില്ല അവളുടെ പൂച്ച പോകുന്നുള്ള കാര്യമൊക്കെ. എനിക്ക് എങ്ങനെ അറിയാം? അത് ഇൻഡോർ ക്യാറ്റാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ വന്നു അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വിൻഡോ തുറന്നു കൊടുത്തു. പക്ഷെ അവളതിന് ഇത്രയും എന്നെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത രീതിയിൽ ആണ് അവൾ എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അപ്പം എനിക്കും അവൾ ആ പൂച്ച എങ്ങനെയാണോ അതുപോലെയല്ലേ എനിക്കും എനിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് റിയലി ലൈക്ക് ടച്ച് മൈ ഹാർട്ട്. ആൻഡ് അതേപോലെ ഇവളും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയ്ക്ക് ഞാൻ പറയുന്ന ഒരു കാര്യവും മനസ്സിലാവുന്നില്ല. ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട്, എൻ്റെ ലൈഫിൽ എനിക്കൊന്നുമില്ല, എനിക്ക് ആകെ ഉള്ളത് ഈ ക്യാറ്റ്സ് ആണ്. എൻ്റെ ലൈഫിൽ ഒരു കാര്യവും ശരിയായിട്ട് നടക്കുന്നില്ല. എൻ്റെ അമ്മ പറയുന്ന പോലെ എനിക്ക് കല്യാണം ആയിട്ടില്ല. എൻ്റെ അമ്മയ്ക്ക് ഈ ഒരു എക്സ്പെക്റ്റേഷൻ എൻ്റെ നിന്നുണ്ട്, അതെനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. എനിക്കൊരു ഫാമിലി ഇല്ല. എനിക്ക് ആകെ ഉള്ളത് ക്യാറ്റ്സ് ആണ്. അതും എൻ്റെ കയ്യിൽ നിന്ന് പോകുമ്പോഴത്തേക്കും എനിക്കുണ്ടാവുന്ന അതിനെല്ലാത്തിനും കാരണം അമ്മയാണ്. അപ്പം അമ്മയെ ബ്ലെയിം ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് മകളിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഓണസ്റ്റ്ലി എനിക്ക് തോന്നുന്നത്, ഈ ഒരു മൂവി ഇന്നത്തെ കാലത്ത് ഇത് ഇറങ്ങിയില്ലെങ്കിൽ ആണ്. കാരണം ഇതൊരു എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ പണ്ടത്തെ സിനിമയിൽ കാണുന്നത് പോലെ ഗേൾസിൻ്റെ മൈൻഡിൽ പോകുന്ന കാര്യം പലരും കാണിക്കാറില്ല. ഒരു വീട് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ മുതിർന്ന ഒരു പയ്യനുണ്ടാവും, പയ്യന് കുറേ ബാധ്യത ഉണ്ടാവും. അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടി നിന്ന് ബാധ്യതകൾ തീർക്കുന്നു, അച്ഛനെ നോക്കുന്നു, അമ്മയെ നോക്കുന്നു, ഒരാളെ കല്യാണം കഴിക്കുന്നു, സുഖമായിട്ട് ജീവിക്കുന്നു, കുട്ടികളുണ്ടാവുന്നു എന്നുള്ളതല്ലാണ്ട് അവരുടെ മൈൻഡിൽ പോകുന്ന, അവരുടെ മെൻ്റലി അവരെന്തൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ള കാര്യം ആരും കാണിക്കാറില്ല. മോസ്റ്റ് ഓഫ് ദ സിനിമ ഇറ്റ് ജസ്റ്റ് ഗോസ് ത്രൂ ലൈക്ക് ദിസ്. സോ അത് വളരെ കൃത്യമായിട്ട് അങ്ങനെയുള്ള നുവാൻസസ് ക്യാപ്ചർ ചെയ്തപ്പോഴത്തേക്കും ഇറ്റ് ജസ്റ്റ് റിയലി ടച്ച്ഡ് മീ. And I hope you watch it, okay? Like girls, if you're watching this video with me, I hope you really watch Bad Girl. So that's about it for today, and I hope to see you again. Bye.